ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ലെവൽ അപ്പ് ലേണിംഗ് പ്ലാറ്റ്ഫോം. ഇന്ന് നമുക്ക് VHSCയിലെ ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഓൺടർപ്രണറിയൽ ഓപ്പർച്യൂണിറ്റി ഐഡൻറ്റിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട് ദ ചാപ്റ്റർ വിത്ത് ദ ടോപ്പിക് ബിസിനസ് ഐഡിയ. What do you mean by business idea? A business idea is a concept that could be used to make money, and it is an innovative idea of offering something different. So, എന്താണ് ബിസിനസ് ഐഡിയ? ഇറ്റ്സ് എ കോൺസെപ്റ്റ്. ഒരു കോൺസെപ്റ്റ് ആണ്. അതെന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? മണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ആൻഡ് ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയ ആയിരിക്കും. സാധാരണയുള്ളതിൽ നിന്നും എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നായിരിക്കും ഈ ഒരു ബിസിനസ് ഐഡിയ എന്ന് പറയുന്നത്. സോ സിംപ്ലി പറയുകയാണെങ്കിൽ ബിസിനസ് ഐഡിയ എന്ന് പറയുന്നത് ഒരു കോൺസെപ്റ്റ് ആണ്. അത് മണി മേക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അടുത്ത നമ്മുടെ ടോപ്പിക് ആണ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി. ബിസിനസ് ഓപ്പർച്യൂണിറ്റി റെഫേഴ്സ് ടു ആൻ അട്രാക്റ്റീവ് ആൻഡ് ആക്സസിബിൾ ഇക്കണോമിക് ബിസിനസ് ഐഡിയ വിച്ച് കുഡ് ബി ഇംപ്ലിമെന്റഡ് ടു ക്രിയേറ്റ് എ ബിസിനസ് earning profit through customer satisfaction leads to further growth. So basically ബിസിനസ് ഐഡിയയും ബിസിനസ് ഓപ്പർച്യൂണിറ്റിയും സെയിം ആയിട്ട് പറയാറുണ്ടെങ്കിൽ പോലും അതിന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അതായത് ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നതും ഒരു ബിസിനസ് ഐഡിയ ആണ്. പക്ഷെ ഇതെന്താണ്? പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ബിസിനസ് ഐഡിയനെയാണ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയാം. കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ആ ഒരു ബിസിനസ് ഐഡിയ യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു ബിസിനസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ നിന്നും പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എന്താണ്? അതിനൊരു ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാനായിട്ടും സാധിക്കും. ഇപ്പം ഞാനൊരു എൻ്റെ ബിസിനസ് ഐഡിയ പറയാണ്, ഇലയിൽ നിന്നും ഞാൻ പെട്രോൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ബിസിനസ് ഐഡിയ. പക്ഷെ ഇതെന്താണ്? കറൻ്റ്ലി പ്രാക്ടിക്കലി അത് പോസിബിൾ അല്ല. സോ ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു ക്ലാരിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ഐഡിയ ആയിരിക്കും. അത് ഉപയോഗിച്ച് നമുക്ക് ബിസിനസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും, അതുപോലെ തന്നെ അതിനെ ഫർദർ ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പം ഇങ്ങനെയുള്ള ഒരു ബിസിനസ് ഐഡിയനെയാണ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. അടുത്ത നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സോഴ്സസ് ഓഫ് സെൻസിങ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി. അതായത് ഏതൊക്കെ മാർഗത്തിലൂടെ നമുക്ക് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇത് നമ്മൾ +1 വേസ് ഓഫ് ജനറേറ്റിംഗ് ബിസിനസ് ഐഡിയാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് പഠിച്ചിട്ടുണ്ട്. അതേ സെയിം ടോപ്പിക് തന്നെയാണ് സോഴ്സസ് ഓഫ് സെൻസിങ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. ഫ്രീക്വൻ്റ് ആയിട്ട് 6 മാർക്കും 8 മാർക്കും ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാറുള്ള ഒരു ടോപ്പിക്കും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഒന്നാമത്തേതാണ് നോളജ് അബൌട്ട് പൊട്ടൻഷ്യൽ കസ്റ്റമർ നീഡ്സ്. അതായത് നമ്മുടെ ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് എടുത്തുകൊണ്ട് അതിൽ നിന്നും നമുക്ക് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്താം. അതായത് ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും പ്രൊഡക്ട്സ് ആൻഡ് സർവീസസിൻ്റെ നെഗറ്റീവ് ഷെയ്ഡ്സിൽ നിന്നും നമുക്ക് എന്താണ്? ബിസിനസ് ഓപ്പർച്യൂണിറ്റി കണ്ടെത്താം. ആ ഒരു നെഗറ്റീവ് ഷെയ്ഡിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്തുകൊണ്ട് ഒരു പുതിയ ബിസിനസ് ഐഡിയ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്താണ് സ്റ്റഡിയിങ് എമർജിംഗ് ട്രെൻഡ്സ്. നമ്മുടെ ഇക്കണോമിക്കും സോഷ്യലും ലീഗലും ടെക്നോളജിക്കലും പൊളിറ്റിക്കലും ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ ചേഞ്ചസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എപ്പോഴും ചേഞ്ചസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ട്രെൻഡ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പുതിയ പുതിയ ട്രെൻഡുകളിൽ നിന്നും പുതിയ പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. അടുത്തതാണ് ഇന്നോവേഷൻ. ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പുതിയ കാര്യങ്ങൾ കണ്ടെത്തുക, അല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാം. ഇപ്പം നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്ന കമ്പ്യൂട്ടറിൽ നിന്നും ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിലേക്കാണ്. അതായത് ഡെസ്ക്ടോപ്പ് വന്നു, അത് കഴിഞ്ഞ് ലാപ്ടോപ്പ് വന്നു, ഇപ്പം എല്ലാവരുടെയും ടാബ്ലറ്റ്സുകളുണ്ട്. അപ്പം എല്ലാവർക്കും കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിലേക്ക് ആ ഒരു പ്രോഡക്റ്റിനെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പുതിയ ഒരു ഐഡിയ കൊണ്ടുവരികയോ അല്ലെങ്കിൽ എന്താണ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോഡക്ട്സിലും സർവീസസിലും ചേഞ്ചസ് വരുത്തിക്കൊണ്ട് നമുക്ക് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്താനായിട്ട് സാധിക്കും. അടുത്താണ് സക്സസ് സ്റ്റോറീസ് ഓഫ് ഓൺടർപ്രണേഴ്സ്. നമുക്ക് എല്ലാവർക്കും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ആണ് കൊച്ചൗസേബ് ചിറ്റിലപ്പള്ളി ഓഫ് V-Guard, നാരായണമൂർത്തി ഓഫ് ഇൻഫോസിസ്, യൂസഫ് അലി ഓഫ് ലുലു ഗ്രൂപ്പ്, ഇവരെല്ലാം തന്നെ. അപ്പോൾ ഇവരുടെ സക്സസ് സ്റ്റോറീസിൽ നിന്നും ഇൻസ്പയർ ആയിക്കൊണ്ട് നമുക്ക് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്താനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ ആണ് ഗവൺമെൻറ് പ്രൊമോഷണൽ സ്കീംസ്. അതായത് ഗവൺമെൻറ് പെർട്ടിക്കുലർ ഏരിയാസിലും മറ്റും ഇൻസെൻറ്റീവുകളും സബ്സിഡീസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൺടർപ്രണേഴ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ അത്തരം മേഖലകളിൽ നിന്ന് നമുക്ക് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്താനായിട്ട് സാധിക്കും. അടുത്താണ് അവൈലബിലിറ്റി ഓഫ് ഇൻപുട്സ് അറ്റ് ചീപ്പർ റേറ്റ്സ്. നമുക്കറിയാം
നമ്മുടെ സർട്ടൻ ഫ്രൂട്ട്സ്, അതായത് മാംഗോ, പൈനാപ്പിൾ, ജാക്ക് ഫ്രൂട്ട്സ്, ഇതൊക്കെ സീസണൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. അപ്പോൾ സീസൺ സമയത്ത് നമുക്ക് ചീപ്പ് റേറ്റ്സിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇതിനെ പ്രോസസ്സ് ചെയ്ത് സ്റ്റോർ ചെയ്ത് നമുക്ക് ഇതിന്റെ ഓഫ് സീസണിൽ ഹയർ റേറ്റ്സിൽ സോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ ചീപ്പർ റേറ്റ്സ് ഉള്ള ഇൻപുട്സിൽ നിന്നും നമുക്ക് ബിസിനസ് ഐഡിയാസ് അല്ലെങ്കിൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്താനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ ആണ് കോമ്പറ്റിറ്റേഴ്സ് പ്രോഡക്റ്റ്. അതായത് നമ്മുടെ കോമ്പറ്റിറ്റേഴ്സ് ന്യൂ പ്രോഡക്ട്സ് ഇറക്കുമ്പോൾ അതിൽ നിന്നും ഇൻസ്പയർ ആയിക്കൊണ്ട് അതൊരു സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻ ആയി കണ്ടുകൊണ്ട് നമുക്ക് അതിൽ നിന്നും ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്താം. ദെൻ പാസ്റ്റ് എക്സ്പീരിയൻസ്, ഒരു പേഴ്സന്റെ എക്സലൻസ്, ഒരു പെർട്ടിക്കുലർ ഏരിയയിലുള്ള എക്സലൻസും നമുക്കൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് യൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഷെഫുകൾ സ്വന്തമായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ മെക്കാനിക് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ സ്വന്തമായിട്ടൊരു വർക്ക്ഷോപ്പ് തുടങ്ങുന്നു. അപ്പോൾ അയാളുടെ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു മേഖലയിൽ നിന്നും അയാളൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അടുത്താണ് മാഗസീൻസ്, അതുപോലെ തന്നെ എന്താണ് ഗവൺമെന്റ് റിപ്പോർട്ടുകൾ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ റിപ്പോർട്ടുകൾ, ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്താണ് ബിസിനസ് ഐഡിയാസ് അല്ലെങ്കിൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്താനായിട്ട് സാധിക്കും. ലാസ്റ്റ് വൺ ആണ് ക്ലൂസ് ഫ്രം ട്രേഡ് ഫെയർസ് ആൻഡ് എക്സിബിഷൻ. നമുക്കറിയാം നമ്മൾ എക്സിബിഷനൊക്കെ പോകുമ്പോൾ പുതിയ തരത്തിലുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഉപയോഗിച്ചിട്ടുള്ള പ്രോഡക്ട്സും സർവീസും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിൽ നിന്നൊക്കെ ഇൻസ്പയർഡ് ആയിട്ട് പുതിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് എത്താം. അപ്പൊ ഇതൊക്കെയാണ് സോഴ്സസ് ഓഫ് സെൻസിങ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. അടുത്ത നമ്മുടെ ടോപ്പിക് ആണ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഐഡിയ ഇൻ ടു ഓപ്പർച്യൂണിറ്റി. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ഇവിടെ എങ്ങനെയാണ് ഐഡിയ ഓപ്പർച്യൂണിറ്റി ആയി മാറുന്നതെന്നാണ് പറയുന്നത്. ഐഡിയ പ്രോസസ്സിംഗ് ഓപ്പർച്യൂണിറ്റി. ഐഡിയനെ പ്രോസസ്സ് ചെയ്തുകൊണ്ട് ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റുന്നു. ഈ പ്രോസസ്സിംഗിൽ എന്താ സംഭവിക്കുന്നത്? അവിടെ ഓൺട്രപ്രണർ അയാളുടെ സ്കിൽസും നോളജും കോമ്പിറ്റൻസീസും ക്രിയേറ്റീവ് തിങ്കിങ്ങും എല്ലാം തന്നെ അപ്ലൈ ചെയ്തുകൊണ്ട് ആ ഒരു ഐഡിയനെ ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റുന്നു. സിമ്പിൾ ആണ്, പക്ഷെ ചോദിക്കാറുള്ളതാണ്. നെക്സ്റ്റ് ടോപ്പിക് എൻവയോൺമെന്റൽ സ്കാനിങ്. What do you mean by environmental scanning? Monitoring the environment of each organization and detecting early signs of constraints and opportunities before them. അതായത് നമ്മുടെ ഓർഗനൈസേഷന്റെ എൻവയോൺമെന്റിനെ, അതായത് പരിസരങ്ങളെ മോണിറ്റർ ചെയ്തുകൊണ്ട് അതിന്റെ എന്താണ് കൺസ്ട്രെയിൻസും, അതിന് എന്തെങ്കിലും കൺസ്ട്രെയിൻസ് ഉണ്ടോ, തടസ്സങ്ങളുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ, അവസരങ്ങളുണ്ടോ എന്നുള്ളത് കണ്ടെത്തുന്നതിനെയാണ് എൻവയോൺമെന്റൽ സ്കാനിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. It will help them to know the impact of different events, issues, trends that may impact its current and future plans. അതായത് എൻവയോൺമെന്റൽ സ്കാനിങ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? നമ്മുടെ കറന്റ് ആൻഡ് ഫ്യൂച്ചർ പ്ലാൻസിൽ എന്തെങ്കിലും ഇമ്പാക്റ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇവന്റ്സോ ഇഷ്യൂസോ ട്രെൻഡ് കൊണ്ടോ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുകയാണ് എന്ത് വഴി ചെയ്യുന്നത്? എൻവയോൺമെന്റൽ സ്കാനിങ് വഴി ചെയ്യുന്നത്. ഇനി എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്? It helps to understand the actual happening in the environment. എന്താണ് നമ്മുടെ എൻവയോൺമെന്റിൽ നടക്കുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് സഹായിക്കും. സെക്കൻഡ് പോയിന്റ് എന്താ പറയുന്നത്? ഇറ്റ് ഹെൽപ്സ് ടു ഐഡന്റിഫൈ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെഡ്സ് ഓഫ് എ ബിസിനസ് ഐഡിയ. ഒരു ബിസിനസ് ഐഡിയയുടെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ്, ഓപ്പർച്യൂണിറ്റി എന്താണ്, ത്രെഡ് എന്താണ്, അതായത് സ്വട്ട് അനാലിസിസ് നടത്താനായിട്ട് നമ്മളെ സഹായിക്കും. മൂന്നാമത്തെ പറയുന്നതാണ് ഇറ്റ് ആക്ട് ആസ് എ ടൂൾ ഇൻ അണ്ടർസ്റ്റാൻഡിങ്, ഫോർകാസ്റ്റിംഗ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ഇൻ ഓൾ സിറ്റുവേഷൻ. എല്ലാ സിറ്റുവേഷൻസിനെയും മനസ്സിലാക്കാനും അതിനെ മുൻകൂട്ടി കാണാനും അതനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കാനും എൻവയോൺമെന്റൽ സ്കാനിങ് സഹായിക്കും. ലാസ്റ്റ് പോയിന്റ് പറയുന്നതാണ് ഇറ്റ് ഹെൽപ്സ് ആൻ ഓൺട്രപ്രണർ ടു ആക്ട് ക്വിക്ക്ലി. പെട്ടെന്ന് ഒരു ഓൺട്രപ്രണർക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സഹായിക്കും. ഇതാണ് എൻവയോൺമെന്റൽ സ്കാനിങ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഓരോ ഓർഗനൈസേഷന്റെയും എൻവയോൺമെന്റിനെ മോണിറ്റർ ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ടാ? അതിന്റെ കൺസ്ട്രെയിൻസ്, തടസ്സങ്ങളും ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങളും കണ്ടെത്താനായിട്ട്. പ്രോസസ് ഓഫ് എൻവയോൺമെന്റ് അനാലിസിസ് നോക്കാം. ഒന്നാമത്തെ സ്റ്റേജ് എന്താ? സ്പോട്ടിംഗ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. ഒരു ഓപ്പർച്യൂണിറ്റിനെ നമ്മൾ കണ്ടെത്തുന്നു. ദെൻ സെക്കൻഡ് സ്റ്റേജ് സ്കാനിങ് ഓഫ് എൻവയോൺമെന്റ്. നമ്മൾ എൻവയോൺമെന്റൽ സ്കാനിങ് നടത്തുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്വട്ട് അനാലിസിസ് നടത്തിക്കൊണ്ട് കൺസ്ട്രെയിൻസും ഓപ്പർച്യൂണിറ്റീസും ഒക്കെ കണ്ടെത്തുന്നു. അതിനുശേഷം അതിൽ നിന്ന് നമ്മളൊരു പ്രോജക്റ്റ് ഐഡന്റിഫൈ ചെയ്യുന്നു. ദെൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേജ് സ്പോട്ടിംഗ് ആൻഡ് ഓപ്പർച്യൂണിറ്റി, ദെൻ സ്കാനിങ് ഓഫ് എൻവയോൺമെന്റ്, ദെൻ ഐഡന്റിഫിക്കേഷൻ ഓഫ് പ്രോജക്റ്റ്, ദെൻ സ്റ്റാർട്ടിംഗ് എ ബിസിനസ്. What is business environment?
Business environment means the sum total of all individuals, institutions, and other factors and forces which are outside the control of business but have far-reaching consequences on the performance of an enterprise. അതായത് നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കാനിടയുള്ള എല്ലാ ഇൻഡിവിജ്വൽസും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഫാക്ടേഴ്സിന്റെയും ആകെ തുകയാണ് ബിസിനസ് എൻവയോൺമെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതെങ്ങനെയായിരിക്കും? ബിസിനസിന്റെ കൺട്രോളിൽ ഇല്ലാത്തതായിരിക്കും. അതായത് ഔട്ട്സൈഡ് ദി കൺട്രോൾ ഓഫ് ബിസിനസ് ആണ്. പക്ഷെ എന്താണ് ഇതിന്റെ ഇമ്പാക്ട് നമ്മുടെ എന്റർപ്രൈസിന്റെ പെർഫോമൻസിനെ ബാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ഫാക്ടേഴ്സിന്റെയും ഇൻഡിവിജ്വൽസിന്റെയും ഇൻസ്റ്റിറ്റ്യൂഷന്റെയും ഒക്കെ ആകെ തുകയെയാണ് നമ്മൾ ബിസിനസ് എൻവയോൺമെന്റ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ക്ലാസിഫിക്കേഷൻ പറയുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ഈ ബിസിനസ് എൻവയോൺമെന്റിനെ രണ്ടായിട്ടാണ് തിരിക്കുക, മൈക്രോ എൻവയോൺമെന്റ് എന്നും മാക്രോ എൻവയോൺമെന്റ് എന്നും. മൈക്രോ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും ഇന്റേണൽ ആയിട്ടുള്ള എൻവയോൺമെന്റ് ആണ്. ഓർഗനൈസേഷന്റെ ഏറ്റവും ഇന്റേണൽ ആയിട്ടുള്ള എൻവയോൺമെന്റിനെയാണ് നമ്മൾ മൈക്രോ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അതിലെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് സപ്ലയേഴ്സ്, കസ്റ്റമേഴ്സ്, ഇന്റർമീഡിയറീസ്, കോമ്പറ്റിറ്റേഴ്സ്, ജനറൽ പബ്ലിക്. ഇത്രയാണ്. ഇവരെല്ലാം തന്നെ എന്താണ്? നമ്മുടെ ഓർഗനൈസേഷന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളാണ്. അതേസമയം നമുക്ക് എന്താണ്? കൺട്രോൾ, ഇവരുടെ മേൽ നമുക്ക് കൺട്രോൾ ചെയ്യാനും സാധിക്കുകയില്ല. ഇനി മാക്രോ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള എൻവയോൺമെന്റ് ആണ്. അവിടെ എന്തൊക്കെ ഫാക്ടേഴ്സാണ് വരുന്നത്? പൊളിറ്റിക്കൽ, ഇക്കണോമിക്, സോഷ്യൽ, ടെക്നോളജിക്കൽ, ഇക്കോളജിക്കൽ, ലീഗൽ. ഇത്രയും ഫാക്ടേഴ്സ് ആണ് മാക്രോ എൻവയോൺമെന്റിൽ വരുന്നത്. ഈ ഫാക്ടേഴ്സ് എല്ലാം തന്നെ നമ്മുടെ ഓർഗനൈസേഷനിൽ ഈ ഫാക്ടേഴ്സിൽ ഉണ്ടാകുന്ന എല്ലാ ചേഞ്ചസുകളും അല്ലെങ്കിൽ എല്ലാ ഡിഫറൻസുകളും നമ്മുടെ ഓർഗനൈസേഷനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമുക്ക് എന്താണ്? ഡയറക്റ്റ് ആയിട്ട് ഇവയെ കൺട്രോൾ ചെയ്യാനും സാധിക്കുകയില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതിനെയാണ് ബിസിനസ് എൻവയോൺമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എസ്എ ക്വസ്റ്റ്യൻ ആണ് പെസ്റ്റൽ മോഡൽ. ഓൾമോസ്റ്റ് എല്ലാ ഇയറിലെയും തന്നെ എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒന്നാണ് പെസ്റ്റൽ മോഡൽ എന്ന് പറയുന്നത്. Pestel model is an analysis of political, economic, social, technological, ecological, and legal factors in the external environment of an enterprise. These factors may influence the activities and performance of an enterprise. അപ്പോൾ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഓർഗനൈസേഷന് ഇന്റേണൽ എൻവയോൺമെന്റ് ഉണ്ട്, എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ഉണ്ട്. ഇന്റേണൽ എൻവയോൺമെന്റ് ആണ് മൈക്രോ എൻവയോൺമെന്റ്, എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ആണ് മാക്രോ എൻവയോൺമെന്റ്. അപ്പൊ പെസ്റ്റൽ മോഡലിൽ നമ്മുടെ എന്റർപ്രൈസിനെ എഫക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ എൻവയോൺമെന്റിന്റെ ഫാക്ടേഴ്സ്, അതായത് പൊളിറ്റിക്കൽ, ഇക്കണോമിക്, സോഷ്യൽ, ടെക്നോളജിക്കൽ, ഇക്കോളജിക്കൽ, ലീഗൽ, ഇത്രയും ഫാക്ടേഴ്സിന്റെ അനാലിസിസിനെയാണ് പെസ്റ്റൽ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഫാക്ടേഴ്സ് ഒക്കെ തന്നെ എന്താണ്? നമ്മുടെ എന്റർപ്രൈസിന്റെ പെർഫോമൻസിനെയും ആക്ടിവിറ്റീസിനെയും ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ ഇതിന്റെ അനാലിസിസിനെയാണ് ബേസിക്കലി പെസ്റ്റൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഓരോ എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒന്നാമത്തേതാണ് പി ഫോർ പൊളിറ്റിക്കൽ. പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ആർ ഗവൺമെന്റ്, ട്രേഡ് ആൻഡ് ടാക്സ് പോളിസീസ്, ജനറൽ പൊളിറ്റിക്കൽ ഇഷ്യൂസ്, ചേഞ്ചസ് ഇൻ ലീഡർഷിപ്പ്, റെഗുലേഷൻ ആൻഡ് പൊളിറ്റിക്കൽ ട്രെൻഡ്സ്. അതായത് ഓരോ പൊളിറ്റിക്കൽ പാർട്ടീസും, അതായത് രാഷ്ട്രീയ പാർട്ടികളും വരുന്ന സമയത്ത് ഓരോ ചേഞ്ചസ് ഉണ്ടായിരിക്കും. അവരുടെ ഐഡിയോളജി പ്രകാരം, അവരുടെ പോളിസീസ് പ്രകാരം ചേഞ്ചസ് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഇതുപരമായിട്ടുള്ള ഇമ്പാക്റ്റുകളെയാണ് പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ജനതാ പാർട്ടി ഭരണത്തിൽ വന്ന സമയത്ത് കൊക്കക്കോള എന്ന് പറയുന്ന ബ്രാൻഡിനെ റെസ്ട്രിക്ട് ചെയ്യുകയുണ്ടായിരുന്നു. അപ്പൊ ഇതുപോലെ ഓരോ പാർട്ടീസും അവരുടെ ഐഡിയോളജി അനുസരിച്ചും പോളിസീസ് അനുസരിച്ചും ചേഞ്ചസ് കൊണ്ടുവരും, പൊളിറ്റിക്കൽ എൻവയോൺമെന്റിൽ ചേഞ്ചസ് കൊണ്ടുവരും. ഇത് നമ്മുടെ ബിസിനസ്സിനെ എഫക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഇ ഫോർ ഇക്കണോമിക്. Economic factors may include inflation, interest rate, exchange rate, economic growth and unemployment level. ഈ പറഞ്ഞ ഫാക്ടേഴ്സ് എല്ലാം, അതായത് ഇൻഫ്ലേഷൻ ആയിക്കോട്ടെ, ഇൻട്രസ്റ്റ് റേറ്റുകളിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആയിക്കോട്ടെ, എക്സ്ചേഞ്ച് റേറ്റുകളിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ ബിസിനസ്സിനെ ബാധിക്കുന്ന ഒന്നാണ്. അപ്പൊ അതാണ് ഇക്കണോമിക് എൻവയോൺമെന്റിൽ വരുന്നത്. നെക്സ്റ്റ് ഇസ് എസ് ഫോർ സോഷ്യൽ. Social factors are cultural trends and patterns in society. They may include lifestyle trends, age distribution and consumer behavior. അതായത് സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ച്, അവരുടെ കൾച്ചറിന്റെ ഭാഗമായിട്ടും പാറ്റേൺസിലൊക്കെ ഉണ്ടാകുന്ന ചേഞ്ചുകളും നമ്മുടെ ബിസിനസ്സിനെ എഫക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതാണ് സോഷ്യൽ ഫാക്ടേഴ്സിൽ വരുന്നത്. നെക്സ്റ്റ് വൺ ടി ഫോർ ടെക്നോളജിക്കൽ. Technological factors may include technological advancements and development, innovation and scientific breakthrough. അതായത് നമുക്കറിയാം ഡേ ബൈ ഡേ നമ്മുടെ ടെക്നോളജിയിൽ ഇംപ്രൂവ്മെന്റ്സും
ചേഞ്ചസും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചേഞ്ചസ് എല്ലാം തന്നെ ടെക്നോളജിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസുകളെല്ലാം തന്നെ എന്റർപ്രൈസുകളെ എഫക്ട് ചെയ്യുന്നതാണ്. കാരണം ബിസിനസ്സിൽ മെഷീനറീസും ബാക്കി എല്ലാ ടെക്നോളജീസും യൂസ് ചെയ്ത് വരുന്ന ഒന്നാണ്. അപ്പോൾ ടെക്നോളജിക്കലായിട്ടുണ്ടാകുന്ന ചേഞ്ചസുകൾ നമ്മുടെ എൻവയോൺമെന്റിനെ, ബിസിനസ് എൻവയോൺമെന്റിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് എൻവയോൺമെന്റൽ. E for environmental. Environmental factors may include climate change, environmental regulations, waste management, policies and consumer environmental awareness. അപ്പോൾ environmental factors എന്താണ്? ക്ലൈമറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചുകൾ, അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെന്റ്, പൊല്യൂഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ടും വരുന്നത്. അടുത്താണ് L for legal. Legal factors may include labor and consumer laws, market and import or export regulations, health and safety policies and guidelines. അപ്പോൾ ലീഗൽ ഫാക്ടേഴ്സിൽ വരുന്നത് ഒരുപാട്, നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഒരുപാട് നിയമങ്ങളും അതുപോലെ തന്നെ റെഗുലേഷൻസ് എല്ലാം തന്നെയുണ്ട്. ഈ റെഗുലേഷൻസിലും ലോസിലൊക്കെ ഉണ്ടാകുന്ന ചേഞ്ചുകൾ, ഇപ്പോൾ ഫാക്ടറി ലോസ് ആയിക്കോട്ടെ, കൺസ്യൂമർ ലോസ് ആയിക്കോട്ടെ, ഇതിലൊക്കെ ഉണ്ടാകുന്ന ചേഞ്ചുകളും നമ്മുടെ ബിസിനസ് എൻവയോൺമെന്റിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ എല്ലാ എൻവയോൺമെന്റ്, പെസ്റ്റൽ എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കൽ, ഇക്കണോമിക്, സോഷ്യൽ, ടെക്നോളജിക്കൽ, എൻവയോൺമെന്റൽ, ലീഗൽ, ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സിന്റെ അനാലിസിസിനെയാണ് പെസ്റ്റൽ എന്നതുകൊണ്ട് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക് ആണ് മാർക്കറ്റ് അസസ്മെന്റ്. എന്താണ് മാർക്കറ്റ് അസസ്മെന്റ്? നമ്മുടെ പ്രോഡക്റ്റ് ആൻഡ് സർവീസ് നമ്മൾ സെയിൽ ചെയ്യുന്നത് മാർക്കറ്റ് ത്രൂ ആണ്. സോ മാർക്കറ്റ് അസസ് ചെയ്യേണ്ടത് ഒരു സക്സസ്ഫുൾ ഓൺടർപ്രണറെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ മാർക്കറ്റ് അസസ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സിനെയാണ് നമ്മൾ ഇനി കാണാനായിട്ട് പോകുന്നത്. അതിൽ ഒന്നാമത്തെയാണ് ഡിമാൻഡ്. ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസ്യൂമേഴ്സിന്റെ ഡിസയർ ആണ്. ഗുഡ്സ് ആൻഡ് സർവീസസ് മേടിക്കാനായിട്ടുള്ള ഡിസയറിനെയാണ് നമ്മൾ ഡിമാൻഡ് എന്ന് പറയുന്നത്. സോ ഡിമാൻഡ് എസ്റ്റിമേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മളൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കണ്ടെത്തി ഒരു പ്രോഡക്റ്റോ സർവീസോ മാർക്കറ്റിലേക്ക് എത്തിക്കുമ്പോൾ അത് മേടിക്കാനായിട്ടുള്ള ആളുകൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ആദ്യം അസസ് ചെയ്യണം. എങ്കിൽ മാത്രമാണ്, അതിനൊരു ഡിമാൻഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ആ പ്രോഡക്റ്റ് ഇറക്കിയിട്ട് കാര്യമുള്ളൂ. സോ ഡിമാൻഡ് നമ്മൾ അസസ് ചെയ്യുന്നത് നമ്മുടെ മാർക്കറ്റിന്റെ സൈസ്, ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സ്, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് കൺസ്യൂമേഴ്സ്, ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ്. ഡിമാൻഡ് അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് സപ്ലൈ ആൻഡ് നേച്ചർ ഓഫ് കോമ്പറ്റീഷൻ ആണ്. അതായത് നമ്മൾ ഡിമാൻഡ് എസ്റ്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കപ്പാസിറ്റി, എത്രത്തോളം നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ അസസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ എന്തും കൂടെ കൺസിഡർ ചെയ്യണം, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ്, നിലവിലുള്ള കോമ്പറ്റീറ്റേഴ്സും അതുപോലെ തന്നെ എന്താണ് ഫ്യൂച്ചറിൽ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള കോമ്പറ്റീറ്റേഴ്സിന്റെ നമ്പറും കൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അസസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അടുത്താണ് കോസ്റ്റ് ആൻഡ് പ്രൈസ് ഓഫ് പ്രോഡക്റ്റ്. Cost and price of the proposed product should be compared with the cost and price of the competitors. അതായത് നമ്മുടെ പ്രോഡക്റ്റിന്റെ കോസ്റ്റും പ്രൈസും നമ്മൾ നമ്മുടെ കോമ്പറ്റീറ്ററിന്റെ പ്രൈസ് ആയിട്ടും അസസ് ചെയ്യണം. കാരണം എന്താണ്, നമ്മളുടെ പ്രൈസിനേക്കാളും കുറവ് പ്രൈസിനാണ് കോമ്പറ്റീറ്റേഴ്സ് പ്രോഡക്റ്റ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ആളുകൾ അവിടെ നിന്ന് മേടിക്കുകയുള്ളൂ. അപ്പോൾ കോസ്റ്റ് ആൻഡ് പ്രൈസ് ഓഫ് ദി പ്രോഡക്റ്റ് ഷുഡ് ബി കമ്പയർഡ് വിത്ത് ദി കോസ്റ്റ് ആൻഡ് പ്രൈസ് ഓഫ് ദി പ്രോഡക്റ്റ് ഓഫ് ദി കോമ്പറ്റീറ്റേഴ്സ്. Then the next one is project innovation and change. അതായത് ഓൺടർപ്രണറിന്റെ ഹോൾമാർക്ക് എന്ന് പറയുന്നത് എപ്പോഴും ഇന്നോവേഷൻ ആണ്. അപ്പോൾ നമ്മൾ മാർക്കറ്റ് അസസ്മെന്റ് നടത്തുന്ന സമയത്ത് നമ്മുടെ പ്രിവൈലിംഗ് ആയിട്ടുള്ള, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇന്നോവേഷൻസിനെ കുറിച്ച് പഠിക്കുകയും അതുപോലെ തന്നെ എന്താണ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഓൺടർപ്രണേഴ്സ് യൂസ് ചെയ്യുന്ന ടെക്നോളജി അപ്ഗ്രഡേഷനെ കുറിച്ച് അസസ് ചെയ്തിട്ടും ഉണ്ടായിരിക്കണം. ലാസ്റ്റ് വൺ, ട്രെൻഡ് സ്പോട്ടിംഗ്. Trend spotting refers to identification of new trends which helps an entrepreneur to understand the market and produce goods or services by considering the new market trends. Trend spotting is an immediate identification of new trends like fashion, activities, designs, assumptions, etc. So, trend spotting എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ട്രെൻഡുകൾ ഐഡന്റിഫൈ ചെയ്യുക, മാർക്കറ്റിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് പുതിയ ട്രെൻഡുകൾ ഐഡന്റിഫൈ ചെയ്യുക, പുതിയ ഗുഡ്സും സർവീസസും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ട്രെൻഡ് സ്പോട്ടിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ സിംപ്ലി പറയുകയാണെങ്കിൽ ഐഡന്റിഫിക്കേഷൻ ഓഫ് ന്യൂ ട്രെൻഡ്സ്, പുതിയ ട്രെൻഡുകളെ ഐഡന്റിഫൈ ചെയ്യുന്നതിനെയാണ് ട്രെൻഡ് സ്പോട്ടിംഗ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രെൻഡ്സ്. ഫസ്റ്റ് വൺ ഈസ് റീഡ് ട്രെൻഡ്. Entrepreneur regularly read the leading publications and going through websites affecting their business in order to identify new trends in their field. അതായത് പുതിയ പബ്ലിക്കേഷൻസും അതുപോലെ തന്നെ അവരുടെ ബിസിനസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റുകളും റെഗുലർലി
റീഡ് ചെയ്യുന്നത് വഴി, വായിക്കുന്നത് വഴി പുതിയ ട്രെൻഡുകൾ കണ്ടെത്തുക. അടുത്താണ് ടോക്ക് ട്രെൻഡ്സ്. ടോക്കിംഗ് ടു പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് walks ഓഫ് ലൈഫ് ലൈക്ക് ഇൻഡസ്ട്രി, ട്രേഡ് അസോസിയേഷൻ, സോഷ്യൽ നെറ്റ്വർക്ക് എക്സെട്ര ഹെൽപ്സ് ഇൻ ട്രെൻഡ് സ്പോട്ടിംഗ്. അതായത് നമ്മുടെ ഇൻഡസ്ട്രിയിലും ട്രേഡ് അസോസിയേഷനിലും സോഷ്യൽ നെറ്റ്വർക്കിലൊക്കെയുള്ള ആളുകളുമായിട്ട് സംസാരിക്കുന്നത് വഴി എന്ത് കണ്ടെത്തുന്നു? ട്രെൻഡ് കണ്ടെത്തുന്നു. അതാണ് ടോക്ക് ട്രെൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, വാച്ച് ട്രെൻഡ്. Watching and observing the customers in the marketplace. Example, eating habits of the people, what do they while being in public, their dress code, etc. അതായത് മാർക്കറ്റ് പ്ലേസിലുള്ള ആളുകളെ, കസ്റ്റമേഴ്സിനെ ഒബ്സർവ് ചെയ്യുന്നത് വഴി, നിരീക്ഷിക്കുന്നത് വഴി ട്രെൻഡുകൾ സ്പോട്ട് ചെയ്യുക. അവരുടെ ഈറ്റിംഗ് ഹാബിറ്റുകൾ, ഡ്രസ് കോഡ്, ഇതൊക്കെ എന്താണ്? വാച്ച് ചെയ്തുകൊണ്ട് ട്രെൻഡ് സ്പോട്ട് ചെയ്യുക. അതിനെയാണ് വാച്ച് ട്രെൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് വൺ ആണ് തിങ്ക് ട്രെൻഡ്. Entrepreneurs should put together all the source of information and start thinking about potential trend that may emerge in future. അതായത് ഇത്തരം രീതിയിലൊക്കെ കിട്ടുന്ന ഈ എല്ലാ സോഴ്സസ് ഓഫ് ഇൻഫോർമേഷൻസും യൂസ് ചെയ്തുകൊണ്ട് ഓൺട്രപ്രണർ എന്താണ്? തിങ്ക് ചെയ്ത് പുതിയൊരു ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ട്രെൻഡിലേക്ക് എത്തുന്നു. ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു ട്രെൻഡിനെ കണ്ടെത്തുന്നു. അതിനെയാണ് തിങ്ക് ട്രെൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആലോചിച്ചുകൊണ്ട്, ചിന്തിച്ചുകൊണ്ട് ഒരു പുതിയ ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രെൻഡ്സ് എന്ന് പറയുന്നത്. റീഡ് ട്രെൻഡ്, ടോക്ക് ട്രെൻഡ്, വാച്ച് ട്രെൻഡ്, തിങ്ക് ട്രെൻഡ്. സോ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഡു സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്. താങ്ക് യു.